നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകപ്പാടെ വിഷമിച്ചിരിക്കുന്ന സുഹിത്രയോട് മാഷ് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, മോൾക്ക് വിധിച്ചിട്ടില്ലെന്ന് കൂട്ടിയാൽ മതി എന്ന് പറയാം. അത് കേട്ടപ്പോ സുഹിത്ര പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്, പാപം അനുഗ്രഹയുടെ ജീവിതം കൂടെ ഞാൻ തകർത്തല്ലോ എന്ന് കരുതിയിട്ടാ. അനുഗ്രഹം വിനോദം കൂടെ ഒന്നിക്കുമായിരുന്നെങ്കിൽ വിനോദിനും അനുഗ്രഹിക്കും ഒരു ജീവിതം കിട്ടിയാണ്. ഇപ്പൊ ഞാൻ കാരണം ഒന്നുമില്ലാതെ പോയില്ലേ ഇളയച്ചാന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോ പ്രിയാമണി പറഞ്ഞു, മോൾ എന്തിനാ സങ്കടപ്പെടുന്നേ, സങ്കടപ്പെടാതിരിക്കുക, ദൈവം ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അത് അതുപോലെയല്ലേ നടക്കുള്ളൂ. മോളിനി അതേക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാം. അല്ലെങ്കിലും എനിക്കറിയാം എന്റെ വിധി ഇതൊക്കെ ഇളയച്ചാ, എന്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയി തീരുള്ളൂ എനിക്കറിയായിരുന്നു. ഇനിയിപ്പോ ഞാൻ പ്രതീക്ഷിച്ചിട്ടും വലിയ കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും എനിക്ക് എപ്പോഴും സങ്കടം തന്നെയല്ലേ ദൈവം തരുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് കയറി പോകണം. ആ പോക്കുണ്ടെച്ചുമ്പോൾ മാഷിനെ സഹിച്ചില്ല. മാഷ് പറഞ്ഞ്, കണ്ടില്ലേ പ്രിയാമണി, അവൾ മോള് പോകുന്നേ, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണ. സാരമില്ല മാഷെ, നമുക്ക് സഹിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് മാഷിനെ പ്രിയാമണി ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് മുറിയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇഷിതയോർത്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും തന്നെ ഇതുവരെയായിട്ടൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. കൊള്ളാം, എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അതുപോലും ചെയ്യുന്നില്ല. എന്തേലും ആട്ടെ എന്നൊക്കെ എടുത്തിട്ട് ഇഷിത ഡ്രസ്സ് അയൺ ചെയ്തിട്ട് ആ ടേബിളിലേക്ക് വെച്ചിട്ട് ഇഷിത എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് മഹേഷ് കണ്ണാടിക്കാൻ നോക്കിയിട്ട് പറഞ്ഞു, അതെ ഞാൻ ഡൽഹി വരെ പോവാണ്. കേരള ചാപ്റ്റേഴ്സിന്റെ ഒരു കോൺഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ആ വീഡിയോ എടുത്ത അന്നത്തെ ദിവസമാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മോളിൽ നിന്ന് വിളിച്ചിട്ട് പറയണേ. പക്ഷെ ആ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഇടയിൽപ്പെട്ടു പോയതുകൊണ്ട് ഈ കാര്യം പറയാനായിട്ട് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് മഹേഷ് ഇങ്ങനെ പറയാണ്. തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേന് ഇഷിതയെ കണ്ടില്ല. ഇഷിത അപ്പോഴേക്കും പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓ, ഇത്ര പെട്ടെന്ന് പുറത്തേക്ക് പോയോ, താൻ പറയുന്നത് എന്താന്ന് കേൾക്കാൻ അവിടെ ഇതുപോലും ഇല്ലല്ലോ എന്നൊക്കെ മനസ്സ് വിചാരിക്കുകയാണ്. പിന്നീട് ഇഷിത പുറത്തേക്ക് എന്ന് കഴിയുമ്പോൾ രാമനാഥനും സ്വപ്നവലിയും പുറത്ത് വയ്ക്കുന്നുണ്ട്. പിന്നീട് ഇഷിതയോട് ചോദിച്ചു, അല്ല അവൻ പോകാൻ റെഡിയായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല പോയിട്ട് എന്നാ വരുന്ന മോളെ എന്നൊക്കെ രാമനാഥൻ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, എനിക്കറിയില്ല അച്ഛാന്ന് പറയാം. പെട്ടെന്ന് സ്വപ്നം വിളിച്ചു, പിന്നെ നീ എന്ത് കാണാൻ അകത്തേക്ക് കയറി പോകുന്നുണ്ടേ? അത് പിന്നെ മഹേഷിന് ഇടാനുള്ള പുതിയ ഡ്രസ്സ് തേച്ച് വെക്കാനാന്ന് പറയായിരുന്നു, ഷർട്ട് തേച്ച് വെക്കാനായിട്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് അങ്ങോട്ട് ഇറങ്ങി വന്നു. മഹേഷ് ഇട്ടിരിക്കുന്ന ഷർട്ട് കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് സ്വപ്നം വിളിച്ചു, ഇതേ നീ ഇത് ഏത് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്? ഇതാണ്ട് നീ ഇവന് വേണ്ടിയിട്ട് തേച്ച് മടക്കി വെച്ചേന്ന് ചോദിക്കാം. മഹേഷ് ആ ഷർട്ട് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇഷ്ടത് തന്നോട് മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയതുകൊണ്ട് മഹേഷിന് ദേഷ്യമായിരുന്നു. അതുകൊണ്ട് അവൾ തന്നോട് മിണ്ടാത്തോണ്ട് അവൾ തേച്ച ഡ്രസ്സൊന്നും ഇടണ്ടെന്ന് കരുതിയിട്ട് അതവിടെ ഇട്ടിട്ട് വേറെ ഷർട്ട് എടുത്ത് ഇടുക ചെയ്തേ. ആ സമയം ഇഷിത പറഞ്ഞു, അവനവൻ ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ള അവനും തന്നെയല്ല തീരുമാനിക്കുന്നത്, നമ്മൾ എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ലമ്മേന്ന് പറയാം. പെട്ടെന്ന് രാമനാഥൻ ചോദിച്ചു, എടാ മോനെ നീ എന്നാ വരണ്ടേന്ന് ചോദിക്കുക. ഓ, എപ്പോൾ വന്നാൽ എന്താ കുഴപ്പം, പെട്ടെന്ന് വന്നിട്ട് ഇവിടെ എന്താ മല മറിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. ആരെ കാണാനാന്ന് ചോദിക്കുകയാണ്. അത് കേട്ടോ സ്വപ്നവല്ലി പറഞ്ഞു, കണ്ടില്ലേ എൻ്റെ മോനും മനസ്സ് മുഴുവൻ അപ്പടി വേദനയാ, അല്ലെങ്കിൽ സ്വസ്ഥമായ ജീവിതം ഇവിടെ ചിലരൊന്നും കൊടുത്തിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞ് ഇഷിതയെ കുറ്റപ്പെടുത്തുകയാണ്. പിന്നീട് മഹേഷ് അങ്ങോട്ടേക്ക് പോവാ. ഈ സമയം ഇഷിത സ്വപ്നവല്ലിയോട് പറഞ്ഞു, അമ്മയുടെ മോന് ഞാനൊന്നും ചെയ്തിട്ടില്ല, അമ്മയുടെ മോനാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുന്നത്. ഓരോരുത്തർ സ്ഥലത്തുനിന്ന് പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വരുന്ന സമയത്ത് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരിക, അതിന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്ന് പറയണം. പിന്നീട് ഇഷിത നേരെ വിനോദിനെ കാണാനായിട്ട് ചെല്ലുവാണ്. വിനോദിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം, സുജിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. എല്ലാം കേട്ട് വിനോദ് പറഞ്ഞു, എനിക്കറിയാം ഏട്ടത്തി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പാവ സുജി, ഞാൻ കാരണം ഒത്തിരിയധികം വേദനിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കാം. അതെ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവളുടെ മനസ്സിന്റെ വേദന അതിപ്പോൾ എനിക്ക് പോലും കണ്ടിരിക്കാൻ കഴിയുന്നില്ല. അവൾക്ക് ആരോടും ഒരു ദേഷ്യവും വെറുപ്പൊന്നുമില്ല. വിനോദ് പറഞ്ഞു, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കണം, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയാം. അല്ല എന്ത് പരിഹാരം ഉണ്ടാക്കാനാണ് വിനോദ് തീരുമാനിച്ചിരിക്കുന്ന ഇഷിത ചോദിക്കുക. രജിസ്റ്റർ വിവാഹം എന്ന് പറയണേ. രജിസ്റ്റർ വിവാഹമോ? അതെ, ഞാൻ നോക്കിയിട്ട് അതേ ഒരു മാർഗമുള്ളൂ, രജിസ്റ്റർ വിവാഹം കഴിക്കണം, അല്ലാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നാൻ പറ്റില്ലെന്ന് പറയാം. അല്ലെങ്കിൽ ഞാനിനി എന്തിനു വേണ്ടി കാത്തിരിക്കണം? അല്ല ജാതകപ്പെടുത്തമൊക്കെ നോക്കിയിട്ട് ഒന്നാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല ആ കൈലാസ് എന്തേലും കള്ളത്തരം പറഞ്ഞു നടത്തുന്നുണ്ട്, അത് കേട്ട് വിശ്വസിച്ച് വീട്ടിലുള്ള കുറച്ചു പേര് എന്താ അല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അത് ശരി തന്നെയാ, അമ്മയൊക്കെ അതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും സുഹിത്രയ്ക്ക് ഒരു സമാധാനം ഉണ്ടാകത്തില്ല. കാരണം 6 മാസത്തിനുള്ളിൽ വിനോദ് മരിക്കുമെന്നൊക്കെയല്ലേ കൈലാസ് തട്ടിവിട്ടിരിക്കുന്നത് പറയണം. അത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു, അവന്റെ കള്ളത്തരം അവന് ഇവിടെ മാത്രമല്ല പലയിടത്തും അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ബലിപ്പിക്കുന്നുണ്ട്. അവന്റെ കള്ളത്തരം പൊളിച്ചെടുക്കണോ എഴുത്തിയമ്മേ, അവൻ ഒറ്റയെടുത്തും കാരണം എൻ്റെ അവളുടെ സുഹിത്രയുടെ കല്യാണം ഇങ്ങനെ മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്, അവനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയണം. ഇഷിത പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമല്ല, സുജിയുടെ കാര്യം അറിയാലോ, ഇനിയിപ്പോൾ അവളുടെ മനസ്സിലേക്ക് പ്രതീക്ഷകളൊന്നും കൊടുക്കണ്ട, പാവം ഇപ്പം നല്ല നല്ല സങ്കടത്തിലാന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വിനോദ് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം, അങ്ങനെയാണെങ്കിൽ അവളെ ഒരിക്കലും ഞാൻ സങ്കടപ്പെടുത്തില്ല, അവളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറയണം. പിന്നീട് വിനോദും ഇഷിതയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നപ്പോൾ പ്രിയാമണി സ്വപ്നവല്ലി രാമനാഥനും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലി ചോദിച്ചു, ആഹാ മോൻ വന്നോ,
നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുവായിരുന്നു പറയണ. പിന്നെ നിന്റെ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് കുടിച്ചു മൂടിയാരെ. ആ സുചിത്രമായിട്ടുള്ള വിവാഹം അതൊരിക്കലും നീ സ്വപ്നം കണ്ടെന്ന് പറയണ. എന്നിട്ട് വിനോദ് പറഞ്ഞു, എന്നാ അമ്മയോട് ആര് പറഞ്ഞു? ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണ. തീരുമാനങ്ങളോ? എന്ത് തീരുമാനങ്ങള്? എന്ത് തീരുമാനമാണെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞുതരാം. അല്ല, നിങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ ഞാൻ മരിക്കുന്നല്ലേ? അതെ. അല്ല, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിക്കാം. അത് കേട്ടപ്പോ സ്വപ്നവല്ലി പറഞ്ഞു, പിന്നെന്താ വിശ്വസിച്ചാല്? ജാതകമൊക്കെ ഉള്ളതല്ലേ, ജാതകം നോക്കിയാലേ ആൾക്കാരെല്ലാം കല്യാണം കഴിക്കണേ, പിന്നെന്താടാന്ന് ചോദിക്കുകയാണ്. ആണോ? അല്ല, അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മള് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ ഒരു വിധി എഴുതിയിട്ടുണ്ട് ദൈവം നമ്മൾ എപ്പം മരിക്കണം എന്നുള്ളത്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിക്കുക. സ്വപ്നവല്ലി രാമനാഥൻ പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ പിന്നെ എപ്പോഴാണെങ്കിൽ അത് സംഭവിക്കും. ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിയാലും ഇല്ലെങ്കിലും ഞാൻ മരിക്കേണ്ട സമയത്ത് തന്നെ മരിക്കും. അതിനകത്ത് ഇപ്പൊ ജാതകോ ഇതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണം. അത് കേട്ടോ സ്വപ്നവല്ലി എന്തും പറഞ്ഞോണ്ട്, നീ അവളെ വിവാഹം കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അതെ, ഞാൻ അവളെ വിവാഹം കഴിക്കും. ആർക്ക് എന്ത് തടസ്സം ഉണ്ടെങ്കിൽ ഞാൻ അവളെ രജിസ്റ്റർ വിവാഹം കഴിക്കും. അതിനുശേഷം മരിക്കുവാണോ മരിച്ചോട്ടെ. ഞാനൊരു തീരുമാനം എടുത്ത തന്നെയാണ്. ഞാൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു പറയണം. തീരെ സ്വപ്നവല്ലി പറഞ്ഞു, മോനെ നീ വേണ്ട, കൂടുതലൊന്നും പറയണ്ട, എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ലെന്ന് പറയണം. പെട്ടെന്ന് സ്വപ്നവല്ലി ഇഷിതയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എല്ലാത്തിനും കാരണക്കാരി നീ അല്ലേ? നീ അവന്റെ മനസ്സിലേക്ക് എരിവരി കയറ്റി വിട്ടിരിക്കുന്നില്ലേ? എന്റെ മോനെ കൊലക്ക് കൊടുക്കാനായിട്ട് നിന്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണം. അത് കേട്ടതും ഇഷിത പറഞ്ഞു, ഇതേ അമ്മേ, അനാവശ്യം പറയരുത്. സുചിത്ര ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുക ചെയ്തേ. സുചിത്രയ്ക്ക് സമ്മതമല്ല. കാരണം വിനോദിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ സുചിത്രയുടെ തലയിലേക്ക് എല്ലാവരും കയറില്ലേ. പാവം എന്റെ സുചിത്ര, അവളെ കുറിച്ച് അമ്മയൊന്നും ചിന്തിക്കുന്നില്ല, അതാ കുഴപ്പമെന്ന് പറയണം. അത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു, ഇനിയിപ്പോൾ ഏട്ടത്തി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ സുചിത്രയെ സ്വന്തമാക്കിയിരിക്കും. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് സുചിത്രയോടൊപ്പം ആയിരിക്കും. അല്ലാതെ വേറൊരു പെണ്ണിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാന്ന് ഈ കുടുംബത്തിൽ ആര് നോക്കണ്ട, അത് ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് വിനോദം അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ സ്വപ്നവല്ലി രാമദാൻ നിൽക്കുകയാണ്. പിന്നീട് സ്വപ്നവല്ലി നേരെ ഇഷിതയുടെ അടുത്ത് വന്ന് ഇഷിതയോട് ചൂടാവുകയാണ്. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നേ നീ ഈ കുടുംബത്തിലേക്ക് കയറി വന്ന കുടുംബത്തിന് നാശമാണ്. എന്തെങ്കിലും നല്ല കാര്യം നീ കാണുന്ന കുടുംബത്തെ ഉണ്ടായിട്ടുണ്ടോ? അതെങ്ങനെയാ? നല്ല ഐശ്വര്യം കൊണ്ടാണല്ലോ നീ വന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് കുറ്റപ്പെടുത്തുകയാണ്. അതിന് മറുപടി ഒന്നും ഇഷിത പറഞ്ഞില്ല. പിന്നീട് ഇഷിത വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും പ്രിയാമണിയും മാഷും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. പ്രിയാമണിയെ മാഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, അതെ വിനോദ് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറയാ. പ്രിയാമണിയോട് ഇനിയിപ്പോൾ കാണാൻ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും മോളെ, അതിൻ്റെ കൊണ്ട് കാര്യമല്ലോ എന്ന് പറയണ. അറിയാലോ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞുകൊണ്ട്, അമ്മേ നമ്മൾ അങ്ങനെ പിന്മാറില്ല, ഇതെല്ലാം കൈലാസിന്റെ ഓരോ ഒന്നാന്തരം തന്ത്രങ്ങളാന്ന് പറയണ. അവനാണ് ഇത് കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. അത് കേട്ടപ്പോൾ മാഷോട്, ഞാൻ കരുതി കൈലാസ് ആയിരിക്കുമെന്ന്. പക്ഷേങ്കിൽ ഞാൻ വേറെ ഒരു ജോത്സ്യനെ കൊണ്ട് നോക്കിച്ചായിരുന്നു. ജോത്സ്യന് ഇത് തന്നെ പറയണമെന്ന് പറയണ. 6 മാസത്തിൽ കൂടുതൽ വിനോദ് ജീവിക്കില്ല എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, അച്ഛനും അത് വിശ്വസിച്ചോന്ന് ചോദിക്കണം. പിന്നല്ലാതെ വിശ്വസിക്കാതിരിക്കാൻ തരവില്ല മോളെ, വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, എന്താണെങ്കിലും വിനോദ് സുജി രജിസ്റ്റർ വിവാഹം കഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു മാറ്റമില്ലെന്നാ പറയണേ. അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് പ്രണയിക്കുന്നവർ തമ്മിൽ ഒന്നു ചേരണമെന്നാ ഞാൻ ഉദ്ദേശിക്കുന്നത്. കൈലാസ് ജാതകം തിരുത്തിയിട്ടുണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അവന്റെ സ്വഭാവം ആയതുകൊണ്ട് അതല്ല, അതിലപ്പുറം അവൻ ചെയ്യുമെന്ന് പറയണം. അതോടെ പ്രിയാമണി പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും സുചിത്ര ഇങ്ങനെ വിധവയായിട്ട് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മോളെ, അതുകൊണ്ട് എനിക്ക് എന്താണെങ്കിലും സമ്മതമല്ല എന്ന് പറയണം. മാഷിനും പ്രിയാമണിക്കും സമ്മതക്കുറവായിരുന്നു ഈ കല്യാണം നടത്തുന്നതിനോട്. കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സുചിത്ര ഒന്നാമത്തെ കാര്യം ചെറിയ പ്രായമാണ് താനും. അപ്പൊ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം മരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുചിത്ര അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. സുചിത്ര വന്നിപ്പോൾ ഇഷിത അങ്ങോട്ടേക്ക് ചെന്നു. ഇഷിത എന്നിട്ട് പറഞ്ഞു, വിനോദിനെ കണ്ടിരുന്നു. വിനോദ് പറഞ്ഞാൽ എന്താണെന്നറിയാവോ, നിനക്കൊരു രജിസ്റ്റർമാരെ സമ്മതമാണെങ്കിൽ വിനോദിനെ വിവാഹം കഴിക്കാന്ന്. അവന്റെ മനസ്സിൽ ഇപ്പോഴും നീ തന്നെയാ, നീ ഇല്ലാതെ മറ്റൊരു പെണ്ണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു പറയണം. അത് കേട്ടപ്പോൾ സുചിത്ര പറഞ്ഞു, അതെ വിനോദിനോട് പറയണം, എനിക്ക് എന്തായാലും ഇനി അവനെ സ്വീകരിക്കാൻ പറ്റില്ല. ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവന്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥതയുടെ സമാധാനത്തോടും കൂടി ഒരു ദിവസം പോലും അന്തി ഉറങ്ങാൻ പറ്റില്ല. ചേച്ചിക്ക് അറിയാലോ, ഈ പേര് പറഞ്ഞ വിനോദിന്റെ അമ്മ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് അവിടെ സമാധാനം ഉണ്ടോയെന്ന് ചോദിക്കാം. അതിനെക്കുറിച്ചൊന്നോർത്ത് നീ വിഷമിക്കേണ്ട സുജി, എല്ലാം ശരിയാവുന്നൊരു ദിവസം വരും, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സുജിനെ ആശ്വസിപ്പിക്കണം. ആ സമയം സുജി പറഞ്ഞു, എനിക്ക് അത്ര പ്രതീക്ഷകളൊന്നുമില്ല. ചേച്ചിക്കറിയാലോ ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. പക്ഷെ എന്നാലും ഞാൻ പുറമെ ആ വേറെ ആരുടെ അടുത്തും കാണിക്കത്തില്ല. കാരണം അങ്ങനെ കാണിച്ചിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് സുചിത്ര അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും ഇഷിത പ്രിയാമ്മയോടും മാഷിനോട് പറഞ്ഞ്, കണ്ടില്ലേ അവളുടെ മനസ്സിലുള്ള എന്താന്ന്, അവൾ അത്രമാത്രം വിനോദിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ വിനോദിനെതിരെ ആപത്ത് സംഭവിക്കുന്ന കരുതി മാത്രമാണ്. ഇതാ കൈലാസ് വെറുതെ പറഞ്ഞാണെങ്കിൽ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അത് നീ എന്ത് ചെയ്യാൻ മോളെന്ന് ചോദിക്കുക. അതൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇഷിതയോട് കളിച്ചാൽ എങ്ങനെയിരിക്കും അവളെ
അവനെ ഞാൻ കളി പണിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇഷിത നേരെ സുമിത്രയുടെ മുറിയിലേക്ക് എല്ലുവാണ്. അപ്പോൾ സുമിത്ര വിഷമിച്ചിരിക്കുക. മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, എന്ത് വന്നാലും നിന്റെ കൂടെ ഈ ചേച്ചിയില്ലേ, പിന്നെ എന്തിനാ നീ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക. അതല്ലേ ചേച്ചി ഞാൻ അല്ല, നിനക്ക് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ സമ്മതമാണോ, രജിസ്റ്റർ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ നിനക്ക് സമ്മതമാണെങ്കിൽ സമ്മതമെന്ന് പറഞ്ഞാൽ മതി. അവൻ അതിന് സമ്മതമാണ്. അവൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളൂ. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട. പിന്നെ നിന്റെ ഒരു സമ്മതം മാത്രം മതി എന്ന് പറയാണ്. ഇനി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം എന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ശുഭമുഹൂർത്തിൽ തന്നെ നിങ്ങളുടെ താലികെട്ടിയ ചടങ്ങ് നടത്താമെന്ന് പറയണം. അത് കേട്ടപ്പം സുമിത്ര ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട ചേച്ചി, ശരിയാകത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ സ്വപ്ന വലിയമ്മ അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമാകത്തില്ലേന്ന് ചോദിക്കുക. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, എന്ത് വേണമെന്ന് ഞാൻ ചെയ്തോളാന്ന് പറയാം. എന്നാലും ചേച്ചി ഒരു കാര്യം ചെയ്യുക, തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറയാം. അത് കേട്ടപ്പോൾ സുമിത്ര പറഞ്ഞു വിനോദനെ നിന്നെ കാണണമെന്ന് പറഞ്ഞായിരിക്കുന്നേ. വിനോദിന്റെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നീ വേറെ ഒന്നിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. കല്യാണമൊക്കെ അതിൻ്റെതായ സമയത്ത് നടന്നോളും, അതിൻ്റെതായ മുഹൂർത്തം നടന്നോളും. അതിനെക്കുറിച്ച് ഓർത്ത് നിനക്കൊരു വിഷമം വേണ്ട. എന്ത് വന്നാലും ഈ ചേച്ചിയില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഇഷിത അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം സുമിത്ര ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.